കരയുന്നേ? ഒന്നുമില്ല. എൻ്റെ പൊന്നിനെ പൊന്നുപോലെ നോക്കാൻ ഒരു രാജകുമാരനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഓ പിന്നെ രാജകുമാരൻ ഇപ്പം വരും കുതിരപ്പുറത്ത്. ഞാൻ പോവുക. ഇനി ഇവിടെ നിന്നാ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കെട്ടിച്ചു വിടും ഇപ്പം തന്നെ. അതും പറഞ്ഞ് കിങ്ങിണി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. അവൾ സമ്മതിക്കുമോ എന്നറിയാൻ എറിഞ്ഞു നോക്കിയതാ. കിങ്ങിണി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രൻ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ആദ്യം അവളുടെ പേര് നെയ്വിളക്ക് ഭഗവതിക്ക് കൊടുക്കാം. ബാക്കി അമ്മ തീരുമാനിക്കട്ടെ. നമ്മൾ സംസാരിച്ചതിനെക്കുറിച്ചോ ഞങ്ങൾ തിരുമേനിയുടെ പോയതിനെക്കുറിച്ചോ ഒന്നും കിങ്ങിണി അറിയരുത്, കേട്ടല്ലോ. അതും പറഞ്ഞ് കിങ്ങിണിയുടെ അച്ഛൻ എഴുന്നേറ്റ് പോയി. ഈശ്വര, എന്താ ചെയ്യുക? കിങ്ങിണിയുടെ അമ്മ തൂണിൽ ചാരി നിന്ന് കണ്ണീർ പൊഴിച്ചു. ശ്രീദേവി അവരെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുറന്നിട്ട ജനാലയ്ക്കുള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കിങ്ങിണി ശ്യാമിനെ കണ്ടത്. അവൻ വീടിൻ്റെ വലതുവശത്ത് നട്ടിരിക്കുന്ന വലിയ മാവിൻ്റെ കീഴെ ഒരു കസേരയും ഇട്ട് കണ്ണും അടച്ചിരിക്കുകയാണ്. കിങ്ങിണി കുറച്ചു നേരം അവിടെ നിന്ന് അവനെ നോക്കി. പതുക്കെ അവൾ താഴേക്കിറങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ചെറിയമ്മ അവളെ കണ്ടു. കിങ്ങിണി മോളെ, നീ ഇതെവിടെ പോവാ? ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് പോവാ ചെറിയമ്മേ, ഇപ്പോൾ വരാം. വേഗം വരണേ. അതും പറഞ്ഞ് പട്ടുപാവാടയും പൊക്കിപ്പിടിച്ച് അവൾ പുറത്തേക്ക് ഓടിയിറങ്ങി. പതുങ്ങി പതുങ്ങി ശ്യാമിൻ്റെ അടുത്തെത്തി. അവൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചു. കണ്ണിന് മുകളിൽ കൈ പതിഞ്ഞതും അവൻ ഞെട്ടിപ്പോയി. പിന്നെ അവളുടെ വിരലുകളിൽ തടോടിക്കൊണ്ട് പറഞ്ഞു, ഡി കള്ളിപ്പാറു, വേണ്ട കേട്ടോ. നിന്റെ കൈ തൊട്ടാ എനിക്കറിയാം. ഷോ, ഈ ശ്യാമേട്ടൻ എൻ്റെ കൈ തൊട്ടാൻ വേഗം അറിയാം. ഞാൻ ഒന്ന് പറ്റിക്കാമെന്ന് ഓർത്ത് ഓടി വന്നതാ. ഓ, എന്നാൽ പിന്നെ നേരത്തെ ഒരു നോട്ടീസ് അടിച്ച് പറയാൻ വയ്യായിരുന്നോ നീ പറ്റിക്കാൻ വരുന്നുണ്ടെന്ന്? ഞാനിത് റെഡിയായിട്ടിരിക്കായിരുന്നല്ലോ. ഓ, പളിച്ച കോമഡി. അല്ല, കൊച്ചുതമ്പ്രയുടെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഇന്ന് ഹിന്ദി ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതാവുമ്പോൾ ഹിന്ദി പാട്ടെങ്കിലും എഴുതി വെച്ചാൽ മതിയല്ലോ. ഞാനൊക്കെ അങ്ങനെ ജയിച്ചു പോയതാ. ഓ, എന്ത് തള്ളാണ് എൻ്റെ പൊന്നോ. പോടി ഉണ്ടക്കണി. ഡി, മേഘ വന്നിരുന്നു എക്സാമിന്? വന്നല്ലോ. അവക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ. എന്താ, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഓ, പിന്നെ അല്ലേലും അവളുടെ കാര്യം ചോദിക്കുമ്പോൾ ശ്യാമേട്ടൻ്റെ മുഖത്ത് ഒരു കൊട്ട റോസ് പൗഡർ കമിഴ്ത്തി വെച്ചുള്ള നാണമാണല്ലോ. കിങ്ങിണി ശ്യാമിനെ വെറുതെ ആക്കിക്കൊണ്ട് പറഞ്ഞു, ദേ ചെറിയ വായി വലിയ വർത്താനം പറഞ്ഞോണ്ടല്ലോ, ചെവി പിടിച്ച് പൊന്നാക്കും ഞാൻ. അവൻ അവളുടെ ചെവി പിടിച്ച് തിരക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കടിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് ഓടി. ഇവളെ കൊണ്ട് തോറ്റുപോകും വായാടിപ്പെണ്ണ്, ശ്യാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഊരുതണ്ടൽ കഴിഞ്ഞ് എത്തിയോ തമ്പുരാട്ടി? വീട്ടിലേക്ക് കയറി വന്ന കിങ്ങിണിയെ നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു. ഇല്ല, തെണ്ടാൻ പോകാൻ ഒരു പാത്രം വേണം, അതെടുക്കാൻ വന്നതാ. എന്താടി പറഞ്ഞത്? അധിക പ്രസംഗി. അറിയാൻ വയ്യാത്തോണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എന്നെ നിങ്ങൾ എവിടെ നിന്ന് ദത്തെടുത്തതാണോ? എന്നോടുള്ള ചില സമയത്തെ അമ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ദത്തെടുത്തതാണെങ്കിൽ നിന്നെ എടുക്കുമോ? ഏതെങ്കിലും നല്ലത് നോക്കിയാലേ എടുക്കൂ. എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോവാം. കിങ്ങിണി അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി പുസ്തകം തുറന്നു വെച്ച് പഠിക്കാനിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞ കാര്യത്തിലേക്ക് അവളുടെ മനസ്സ് അറിയാതെ പാഞ്ഞു. സത്യത്തിൽ എൻ്റെ രാജകുമാരന് ആരായിരിക്കും കണ്ണ? കിങ്ങിണി നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു. അന്ന് അവിടെ കണ്ട പോലെയുള്ള ആ ചേട്ടനായാൽ മതിയായിരുന്നു, കിങ്ങിണി സ്വയം പറഞ്ഞു. കിങ്ങിണി, ആ പുള്ളി മേഘയുടെ സ്വന്തമാണ്, നിൻ്റെയല്ല. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. സ്വന്തമായി തന്നെ തലയിലൊരു കൊട്ടുകൊടുത്ത് അവളിരുന്ന് പഠിക്കാൻ തുടങ്ങി. പരീക്ഷകളെല്ലാം തന്നെ വേഗം അവസാനിച്ചു. കിങ്ങിണി ഫ്രീ ആയി. മോളെ, നാളെ രാവിലെ ഭഗവതിയുടെ അമ്പലത്തിൽ പോകണം കേട്ടോ. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ഛൻ അവളോട് പറഞ്ഞു. എന്താ അച്ഛൻ വിശേഷിച്ച്? നിന്നോട് പറയുന്നത് ഞാൻ കേട്ടാൽ മതി. അമ്മ ഒച്ചയെടുത്തു. ലളിതേ, അവൾ അതിന് തെറ്റൊന്നും ചോദിച്ചില്ലോ, നീ എന്തിനാ അവളോട് ചൂടാകുന്നത്? കൃഷ്ണപ്രസാദ് ലളിതയെ ശാസിച്ചു. നാളെ മോളുടെ പേരിലൊരു നെയ്വിളക്കുണ്ട് ഭഗവതിയുടെ അമ്പലത്തിൽ. മോള് വേണോ അതിന്? അതായിരുന്നോ കാര്യം? നമുക്ക് പോകാം അച്ഛാ. പിന്നെ അച്ഛാ, കിങ്ങിണി ഒന്ന് പറയാനൊരുങ്ങി പരിങ്ങി. എന്താ മോളെ പറ. അത് എനിക്ക് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാനാണ് ആഗ്രഹം. BA ഹിസ്റ്ററിയാണ് ഇഷ്ടം. ഞാൻ അതിന് പൊക്കോട്ടെ? അതിനെന്താ, എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ പഠിപ്പിക്കും, അച്ഛൻ പറഞ്ഞു. എൻ്റെ പുന്നാരി അച്ഛൻ. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അപ്പോഴാണ് ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. ശ്രീദേവി പോയി ഫോൺ എടുത്തു. ഹലോ ആരാ? ശ്രീദേവി ആൻറ്റി ആണോ? അതേലോ. ഇത് ഫാത്തിമ മോളാണോ? അതെ ആൻറ്റി.
ആഹാ, എന്താ മോളെ വിശേഷം? വിശേഷങ്ങൾ അറിയാലോ, എൻ്റെ നിക്കാഹാണ് ഇപ്പം പെരുത്ത വിശേഷം. ആ, അത് ഞങ്ങൾക്കറിയാലോ. എവിടെ കിങ്ങിണിക്കുട്ടി? എവിടെ? ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതാ ഞാൻ വിളിക്കാം. കിങ്ങിണി മോളെ, ഇതേ ഫാത്തിമ വിളിക്കുന്നു, ശ്രീദേവി വിളിച്ചു പറഞ്ഞു. കിങ്ങിണി കസേരയിൽ നിന്നും ചാടി ഓടി ഫോണിൻ്റെ അടുക്കലേക്ക്. മോളെ പതുക്കെ, ചെറിയച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഹലോ ഫാത്തിമത്ത, എന്താടി പെണ്ണെ കിതയ്ക്കുന്നേ? ഓടി വന്നതായിത്താ. എന്തിനാ പെണ്ണെ ഓടിയേ? അത് വെറുതെ. നിങ്ങളെന്താ വിളിച്ചേ? എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞില്ലേ കള്ളിക്കുട്ടിയെ? ആ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ചിലതൊക്കെ പാടായിരുന്നു, ചിലത് എളുപ്പമായിരുന്നു. ഞാൻ വിളിച്ചതേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്തേ? നാളെ ഇക്കാക്ക അങ്ങോട്ട് വരുന്നുണ്ട് ഉച്ച കഴിഞ്ഞ്. ഇജ്ജ് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിന്നോണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. നാളെ ഉച്ച കഴിഞ്ഞല്ലേ വരൂ? ആ, രാവിലെ ഇക്കാക്ക കുറച്ച് പേരെ നിക്കാഹ് വിളിക്കാൻ പോകും, എന്നിട്ടേ അങ്ങോട്ട് വരൂ. ശരി ഇത്താ, ഞാൻ രാവിലെ റെഡിയായി നിന്നോളാം. പിന്നെ ഉമ്മച്ചിയോട് എൻ്റെ പത്തിരിയും കോഴിക്കറിയും റെഡിയാക്കി വെക്കാൻ പറയണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഉമ്മച്ചിക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം നിന്നോടല്ലേ. ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ ഇക്കാക്ക കടയിൽ പോയേക്കുവാ. എങ്കിൽ നീ പോയി കഴിച്ചോ, വന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ പറയാട്ടോ. ശരി ഇത്താ, നാളെ കാണാം. അതും പറഞ്ഞ് അവർ രണ്ടും ഫോൺ വെച്ചു. അച്ഛാ, നാളെ ഫൈസലൊക്കെ വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ. അവൻ എന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ട് നിങ്ങളെന്താ എന്നോടത് പറയാഞ്ഞേ? ലളിത ചോദിച്ചു. നിന്നോട് പറഞ്ഞാൽ നീ തടസ്സം നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്, അച്ഛൻ അല്പം കനത്ത സ്വരത്തിൽ പറഞ്ഞു. മോളെ, നീ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ. ഫാത്തിമയുടെ കല്യാണം കഴിയും വരെ അവിടെ അവൾക്ക് കൂട്ടായി നിൽക്കണം. ആ കുടുംബത്തോട് നമുക്കുള്ള കടപ്പാട് ഒരു ജന്മം കൊണ്ടൊന്നും തീരില്ല. എന്നെ ഞാനാക്കിയതും പഠിപ്പിച്ചതും എല്ലാം അവരുടെ അച്ഛൻ അബ്ദുൽ സാഹിബാണ്. അന്നത്തെ കൃഷ്ണപ്രസാദിൽ നിന്ന് ഇന്നത്തെ വെള്ളാരംകുന്നിൻ്റെ ജീവനായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. അവർക്കൊരാവശ്യം വന്നാൽ എന്തായാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്തു കൊടുക്കും. എന്നെയുള്ള വഴക്കെല്ലാം കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ? അമ്മ കിങ്ങിണിയോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവൾ ഏതാ അപ്പ കോതമംഗലം എന്ന അവസ്ഥയിൽ വായും പൊളിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കിങ്ങിണി മുറിയിൽ പോയി അവളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു വെച്ചു. നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാനുള്ള സെറ്റിൻ്റെ ധാവണിയും എടുത്തു വെച്ച് ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൻ്റെ ഇടയിൽ മിന്നിമറിഞ്ഞ ആ സ്വപ്നമാണ് അവൾ പെട്ടെന്ന് ഞെട്ടി എണീക്കാൻ പ്രേരിപ്പിച്ചത്. അവൾ എഴുന്നേറ്റ് ക്ലോക്കിൽ നോക്കി. സമയം 5 മണി. ഇതെന്താ അപ്പം ഇപ്പം ഇങ്ങനൊരു സ്വപ്നം കാണാൻ? അവൾ ആ സ്വപ്നം വീണ്ടും ഓർത്തെടുത്തു. അച്ഛൻ്റെ മാറിൽ കിടന്ന് കരയുന്ന കിങ്ങിണി, അവളെ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു കൈ. ആ കൈ അതവൾക്ക് പരിചിതമായി തോന്നി. പക്ഷെ ആരുടേതാണെന്ന് മനസ്സിലായില്ല. കിങ്ങിണി കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. എഴുന്നേറ്റ് നേരത്തെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ. ഇളം പച്ച നിറത്തിലുള്ള ബ്ലൗസും സെറ്റിൻ്റെ ധാവണിയുമായിരുന്നു അവളുടെ വേഷം. കണ്ണെഴുതി പൊട്ടും തൊട്ട് അണിഞ്ഞൊരുങ്ങി കിങ്ങിണി വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. അച്ഛൻ്റെ കയ്യും പിടിച്ച് പാടത്തിൻ്റെ വരമ്പിൽ കൂടി നടക്കുമ്പോൾ കിങ്ങിണിയെ നോക്കി പാടത്തെ തൊഴിലാളികളെല്ലാം പുഞ്ചിരിച്ചു കാണിച്ചു. കിങ്ങിണി മോളെ എങ്ങോട്ടാ എന്ന പലരുടെയും ചോദ്യത്തിന് അമ്പലത്തിൽ പോകുക എന്നുള്ള മറുപടിയും അവൾ കൊടുത്തു. അമ്പലത്തിലെത്തി കയ്യും കാലും മുഖവും കഴുകി കയറുമ്പോൾ മനസ്സ് വല്ലാതെ തുടി കൊട്ടുന്നത് അവൾ അറിഞ്ഞു. അച്ഛനും ചെറിയച്ഛനും കൂടെ വഴിപാടിൻ്റെ രസീത് മുറിക്കാൻ പോയപ്പോൾ കിങ്ങിണി ഭഗവതിയുടെ നടയിൽ നിന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. ശേഷം അമ്പലത്തിലെ തിരുമേനി പറഞ്ഞതുപോലെ ചില ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് നെയ്വിളക്ക് സമർപ്പിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഫൈസൽ വന്നിരുന്നു. ഇക്കാക്ക എന്ന് വിളിച്ചുകൊണ്ട് കിങ്ങിണി ഓടിച്ചെന്ന് ഫൈസലിനെ കെട്ടിപ്പിടിച്ചു. കിങ്ങിണിക്കുട്ടിയെ, എന്താ വിശേഷം? നല്ല വിശേഷം ഇക്കാക്ക. എന്താ രാവിലെ വന്നത്? ഉച്ച കഴിഞ്ഞ് വരുമെന്നാണല്ലോ പറഞ്ഞേ. ഉച്ച കഴിഞ്ഞ് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം, എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരാൻ. അതാ നേരത്തെ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ആരും ഫോൺ എടുത്തില്ല, പിന്നെ ഇങ്ങ് പോന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു, അതാ. എന്തായാലും നന്നായി. ഉച്ചവരെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നൊരു വിഷമത്തിലായിരുന്നു ഞാൻ. ഫൈസലേ, എന്തൊക്കെയാണെടാ വിശേഷങ്ങൾ? കൃഷ്ണപ്രസാദ് ചോദിച്ചു. നന്നായി പോകുന്നേട്ടാ. ഇക്കൊക്കെ ഇവിടെ ഇരിക്കുക, ഞാൻ വേഗം റെഡി വരാം. ആയിക്കോട്ടെ. കിങ്ങിണി അകത്തുപോയി ധാവണി മാറ്റി ചുരിദാർ എടുത്തിട്ടു. എന്നിട്ട് ഭക്ഷണം കഴിച്ചു. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമെടുത്ത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. കണ്ണ, എന്താണെന്നറിയില്ല, രാവിലെ മുതൽ നെഞ്ച് പടപടാന്ന് മിടിക്കുക. എന്താ കണ്ണ കാര്യം? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കാണും, നിന്റെ കൂടെ അല്ലേ എൻ്റെ സഹവാസം, അതാ. കുസൃതിച്ചിരി ചിരിച്ചുകൊണ്ട് കിങ്ങിണി പുറത്തേക്ക് പോയി. ഇക്കാക്ക പോവാം? കിങ്ങിണി അവളുടെ ഡ്രസ്സ് വെച്ച് ബാഗുമായി വന്ന് ഫൈസലിനോട് ചോദിച്ചു. ഇത്ര വേഗം റെഡിയായോ? അവൾ ഇന്നലെ മുതൽ ഒരുങ്ങി നിൽക്കുക അങ്ങോട്ട് പോരാൻ വേണ്ടി. അവിടെ ഒരുത്തി എനിക്ക് സമാധാനം തരുന്നില്ല. എക്സാം കഴിഞ്ഞ് അന്ന് തുടങ്ങിയത് കിങ്ങിണിയെ വിളിച്ചുകൊണ്ട് പോവാ എന്നും പറഞ്ഞു ഇരിക്കപ്പുറത്ത് തോന്നിട്ടില്ല.
ഫൈസൽ ചിരിച്ചുകൊണ്ട് അവളുടെ ബാഗ് എടുത്ത് കാറിൽ വെച്ചു. അച്ഛാ, ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് യാത്രയും പറഞ്ഞ് അവൾ ഇറങ്ങി. എൻ്റെ കുട്ടി ഇപ്പോൾ ഒന്നും അറിയണ്ട. അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാകും ചിലപ്പോൾ ഇതൊക്കെ. അവളെല്ലാം മറന്ന് ചിരിക്കട്ടെ, ജീവിക്കട്ടെ. അയാൾ വിങ്ങുന്ന ഹൃദയഭാരവും പേറി അവളെ യാത്രയാക്കി. അപ്പോഴാണ് കൃഷ്ണപ്രസാദിനെ തേടി ഒരു ഫോൺ കോൾ എത്തിയത്. കിങ്ങിണിക്കുട്ടിയെ, ഇങ്ങനെ നടന്നാൽ മതിയോ? അനക്കൊരു കല്യാണം വേണ്ടേ? ഞാനത് ചെറിയ കുട്ടിയല്ലേ ഇക്കാക്ക. ഓ, ഞാൻ വെറുതെ പറഞ്ഞത് എൻ്റെ മണ്ടിപ്പെണ്ണേ. ഇക്കാക്ക, കല്യാണത്തിൻ്റെ ഒരുക്കം എവിടെ വരെയായി? ഇനിയും കുറേ വിളി ബാക്കിയാ. പിന്നെ നിനക്ക് എക്സാം തീരാത്തതുകൊണ്ട് ഫാത്തിമ ഡ്രസ്സ് എടുത്തില്ല. നീ വന്നിട്ട് നിന്നെ കൂട്ടി പോകാൻ വേണ്ടി നിൽക്കുക. നാളെയോ അതിനടുത്ത ദിവസമോ പോകണം. നമുക്ക് ഉഷാറാക്കാം കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. നിനക്ക് കൂട്ടിന് ഒരാളെ കൂടെ തരാം കേട്ടോ. ആര്? അത് വൈകുന്നേരം അറിഞ്ഞാൽ മതി. അവർ പരസ്പരം സംസാരിച്ച് യാത്ര തുടർന്നു. 3 മണിക്കൂറിന് ശേഷം അവർ ഫൈസലിൻ്റെ വീട്ടിലെത്തി. കിങ്ങിണി വന്നിറങ്ങിയതും ഫാത്തിമ അവളെ നിലത്ത് നിർത്തിയിട്ടില്ല. ഒരുപാട് നാൾ കൂടി കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു അവൾക്ക്. ഫൈസൽ കിങ്ങിണിയുടെ ബാഗും എടുത്തുകൊണ്ട് ഫാത്തിമയുടെ മുറിയിലേക്ക് പോയി. പിന്നാലെ അവരും വന്നു. ഇക്കാക്ക, എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇനി? ഫാത്തിമ ചോദിച്ചു. ആ, വിളി തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. പിന്നെ ആ പന്തൽ പണിക്കാരെ ഒന്ന് കാണണം. എന്നിട്ട് അവനെ കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതും പറഞ്ഞ് ഫൈസൽ പുറത്തേക്ക് പോയി. കിങ്ങിണി വന്നതിൻ്റെ വല്ലാത്ത ബഹളം തന്നെ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. കൃഷ്ണപ്രസാദിൻ്റെ മകൾക്ക് ആ വീട്ടിലുള്ള സ്ഥാനം ഫാത്തിമയെ പോലെ തന്നെയായിരുന്നു. ഫാത്തിമയും കിങ്ങിണിയും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു. നേരം വൈകുന്നേരമാകാൻ തുടങ്ങി. ഫാത്തിമയെ നിക്കാഹ് ചെയ്യാൻ പോകുന്ന ആള് ഒരു കോളേജിലെ സാറാണ്. പുള്ളിയുടെ ജോലി 5 മണിക്ക് തീരുകയുള്ളൂ. ആ സമയത്താണ് ഫാത്തിമയെ വിളിക്കുക. അവർ രണ്ടാളും ഫോൺ വിളിക്കുമ്പോൾ അവിടെ നിൽക്കാൻ ചമ്മൽ തോന്നിയതുകൊണ്ട് കിങ്ങിണി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. കല്യാണ വീടല്ലേ, പണികൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. ഇപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങിയതും എക്സ്ക്യൂസ് മീ, ഒരു കിളിനാദം കേട്ടുകൊണ്ടാണ് ഫൈസൽ തിരിഞ്ഞു നോക്കിയത്. കയ്യിലൊരു ചുവന്ന റോസാപ്പൂവുമായി ഒരു മദാം മുന്നിൽ നിൽക്കുന്നു. ഫൈസലിൻ്റെ കണ്ണുകൾ വിടർന്നു. അടുത്തു വാ, അടുത്തു വാ, അടുത്തു വന്നാട്ടെ. ക്ലോസപ്പിൻ്റെ പരസ്യം പോലെ ഫൈസൽ പല്ല് 32 കാട്ടി വിളിച്ചുകൊണ്ട് നിന്നു. ആർ യു മിസ്റ്റർ ബിരിയാണി ഫൈസൽ? ആ ഒരു ചോദ്യം കേട്ടതോടെ ഫൈസൽ കറണ്ടടിച്ച കാക്കയെ പോലെയായി. ഇതാര് പറഞ്ഞു? കണ്ണിലിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ട് ഫൈസൽ ഞെട്ടിത്തെറിച്ച് ചോദിച്ചു. ദിസ് ഈസ് ഫോർ യു എന്ന് പറഞ്ഞ് മദാമ ആ റോസാപ്പൂ ഫൈസലിൻ്റെ കയ്യിൽ കൊടുത്ത് നടന്നു നീങ്ങി. അവർ പോകുന്നതും നോക്കി നിന്ന ഫൈസലിൻ്റെ കഴുത്തിൽ കൂടെ ഒരു കൈ ഇഴഞ്ഞു വന്നു. കൂടുതൽ നോക്കണ്ട, പുള്ളിക്കാരി ഓസ്ട്രേലിയയിൽ പോലീസാണ്. ഒറ്റ വെടിക്കെട്ടുകൊണ്ട് കാര്യം തീർക്കും. എടാ പോക്കിരി തവളെ, നിന്നെ ഇനി ഞാൻ, നീ അല്ലേടാ അവർക്ക് എൻ്റെ ഇരട്ടപ്പേര് പറഞ്ഞു കൊടുത്തത്, തേണ്ടി എന്നും പറഞ്ഞ് ഫൈസൽ നിഹാലിൻ്റെ കൈ പിടിച്ചു തിരിച്ചു.